സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമാവുന്ന ഒരു ചെറിയ ഫിലിമിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പാലക്കാട്ട് ദിനോസറുകളെ വളർത്തുന്ന ഒരു ഗ്രാമം, വെറും ഗ്രാമമല്ല, അതൊരു സാങ്കല്പിക കാർഷിക ഗ്രാമമാണ്. ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗവുമാണ്. AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകളിലൂടെ കൊച്ചിയിലെ ഒരു പറ്റം ചെറുപ്പക്കാരാണ് ഇതിന് രൂപം നൽകിയത്. ദിനോസറുകൾ ഹിറ്റായതോടെ രാജ്യാന്തര തലത്തിൽ നിന്ന് പോലും ഇവരെ തേടി അന്വേഷണങ്ങൾ എത്തുന്നുണ്ട്. ഇത് പാലക്കാട് ജില്ലയിലെ ദിനോമുക്ക്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ദിനോസറുകളാണ്. മനുഷ്യർ ആദ്യമായി മെരുക്കിയെടുത്ത ജീവികളിൽ ഒന്നാണ് ദിനോസറുകൾ. ദിനോസർ എന്നാൽ പൊതുവെ നമുക്ക് ജുറാസിക് പാർക്കാണ്. ഇനിയൊന്ന് മാറ്റിപ്പിടിക്കാം. പാലക്കാട് ദിനോമുക്ക് എന്ന കർഷക ഗ്രാമമാണ് നമ്മുടെ പിള്ളേർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കൊച്ചി കേന്ദ്രീകരിക്കുന്ന സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയനാണ് ഇതിന് പിറകിൽ. പഠനകാലം മുതൽ ഒരുമിച്ചുണ്ടായിരുന്നവർ ഉണ്ടാക്കിയെടുത്ത ദിനോസറിന്റെ പെരുമ ഇപ്പോൾ കടലും കടക്കുന്നു. വളരെ നല്ല റെസ്പോൺസ്. കുട്ടികളൊക്കെ ഒരുപാട് പേര് കുട്ടികൾ വിളിച്ചിട്ട് ചേട്ടാ മാമ മുട്ടയിട്ടോ എന്നൊക്കെ ചോദിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ ആൾക്കാരും ഒരുപാട് സാധാരണക്കാരോട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഫ്രാൻസിൽ നിന്നും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഹൗസസിൽ നിന്നും സിനിമാക്കാരും ഒക്കെ വിളിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. AI-യുടെ അനന്ത സാധ്യതകളാണ് ദിനോമുക്ക പരിചയപ്പെടുത്തുന്നത്. ഡിസ്കസ് ചെയ്തിട്ടാണ് ഷോർട്സുകൾ ഓരോന്ന് പ്ലാൻ ചെയ്തത്. അപ്പം നമ്മൾ ചെയ്ത് ഓരോന്ന് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ വർക്കാവില്ല. അപ്പം നമ്മൾ അടുത്തത് ജനറേറ്റ് ചെയ്യണം, അതിട്ട് നോക്കണം. അത് വർക്കായില്ലെങ്കിൽ നമ്മളങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തിട്ടാണ് ഇതിപ്പോൾ കാണുന്ന ഈ അവസ്ഥയിലായി വന്നത്. പാലക്കാടിൻ്റെ ദൃശ്യങ്ങളും അനുയോജ്യമായ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളുമെല്ലാം ദിനോമുക്കിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഇത് ഒരു സ്നേഹബന്ധത്തിന്റെ കഥ കൂടിയാണ്. സ്ഥിരമായിട്ട് പച്ചപ്പുല്ലും വെള്ളവും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കും. പിന്നെ വല്ലാതെ അമർന്നതും കേൾക്കാറുണ്ട് ചില സമയത്തൊക്കെ. നമ്മളിത് സങ്കല്പത്തിനേക്കാൾ കൂടുതൽ നമ്മളിത് കണ്ടിട്ടുണ്ടല്ലോ പാലക്കാട് നമ്മുടെ ഇവിടുത്തെ മനുഷ്യരെങ്ങനെയാണെന്നുള്ളത്. അത് നമ്മൾ AI ലേൺ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അത് ലേൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളിവിടുന്ന് റെഫറൻസ് ഇമേജുകൾ, നമ്മളിവിടുത്തെ ആളുകളുടെ റെഫറൻസ്, നമ്മളോരോ സ്ഥലങ്ങളുടെ റെഫറൻസ് എല്ലാം നമ്മൾ AIക്ക് ഇൻപുട്ട് കൊടുത്ത് ആദ്യം മെഷീനെ ലേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ ആളുകളുടെ ഫീച്ചേഴ്സ്, എങ്ങനെയാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പ്, എങ്ങനെയാണ്, അങ്ങനെയുള്ള ഓരോന്നിൻ്റെ ഇൻപുട്ട് നമ്മൾ AIക്ക് കൊടുത്ത് അതിനെ ലേൺ ചെയ്യിപ്പിച്ച് നമ്മളതിനൊരു കൃത്യമായി പ്രോംപ്റ്റിംഗ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ടാണ് ഈ പാലക്കാട് ആളുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ റിസൾട്ട്. സിനിമയുടെ പിന്നണിയിലും പരസ്യ ചിത്രീകരണത്തിലുമാണ് ഇപ്പോഴിവർ ശ്രദ്ധിക്കുന്നത്. സിനിമയാണ് അടുത്ത സ്വപ്നം. അതിലേക്ക് ദിനോസറുകളുടെ പുറത്തു കയറിയുള്ള കുതിപ്പിലാണ് കഥ പറച്ചിലുകാരുടെ കൂട്ടായ്മ. മനുഷ്യ മൃഗ സഹവാസത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാലക്കാട്ടെ ഈ ദിനോമുക്ക്. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം മാറഞ്ചേരി മുക്കാലയിൽ ക്ലബിന് നേരെ ആക്രമണം. അക്രമികൾ ക്ലബിന് പെട്രോൾ ഒഴിച്ച് തീയിട്ടു. സംഭവത്തിൽ പനമ്പാട് സ്വദേശി അബിക്ക് പൊള്ളലേറ്റു. മുഖത്തും ശരീരത്തിലും സാരമായി പൊള്ളലേറ്റ അബി ഇപ്പോൾ ചികിത്സയിലാണ്. ക്ഷേത്രോത്സവത്തിനിടെ ക്ലബിലെ അംഗങ്ങളും മറ്റൊരു വിഭാഗവുമായി തർക്കമുണ്ടായി. ഇതിന്റെ ബാക്കിയായിരുന്നു തീവയ്പിൽ കലാശിച്ചത്. ആക്രമണത്തിന് പിന്നിൽ 4 അംഗ സംഘമെന്നാണ് സൂചന. ഒരാൾ കസ്റ്റഡിയിലാണ്. കാസർഗോട്ട് വൻ പാൻ മസാല വേട്ട. കാഞ്ഞങ്ങാട് ഓട്ടോയിൽ കൊണ്ടുവരികയായിരുന്ന 6 ചാക്ക് നിരോധിത പാൻ മസാല പിടികൂടി. നോർത്ത് ചിത്താരിയിൽ നടത്തിയ പരിശോധനയിലാണ് പാൻ മസാല പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് മധൂർ പട്ല സ്വദേശി ഹാരിസിനെ അറസ്റ്റ് ചെയ്തു. മംഗലാപുരത്ത് നിന്ന് നിരോധിത പാൻ മസാല എത്തിച്ച് വിതരണം ചെയ്യുന്ന ആളാണ് ഹാരിസ് എന്ന് പോലീസ് പറഞ്ഞു. ശക്തമായ കാറ്റിൽ കോഴിക്കോട് മലയോര മേഖലയിൽ ഇന്നലെ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കോടഞ്ചേരി, പതങ്കയം, നാരങ്ങാത്തോട് എന്നിവിടങ്ങളിലാണ് മഴയും കാറ്റും നാശം വിതച്ചത്. നിരവധി മരങ്ങൾ കടപുഴകി, വൈദ്യുതി ബന്ധം താറുമാറായി. മുണ്ടൂർ സ്വദേശി K സിയാദിന്റെ നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ തെങ്ങ് പതിച്ചു. സമീപത്തെ കോഴി ഫാം നടത്തിവന്ന കെട്ടിടവും തകർന്നു. നിരവധി കോഴികളും ചത്തു. തെയ്യരൂപങ്ങളും അലങ്കാര വസ്തുക്കളുമൊക്കെ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ കാസർഗോഡ് സ്വദേശി പവിത്രനെ പരിചയപ്പെടാം. ഇക്കുറി ഇഷ്ടദേവതയായ പടക്കത്തി ഭഗവതിയുടെ രൂപം നിർമ്മിച്ച് ക്ഷേത്രത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഈ കലാകാരൻ.
ഭക്തിപൂർവമായിരുന്നു നാലപ്പാടം കുന്നത് തറവാട്ടിൽ കളിയാട്ട മഹോത്സവം നടന്നത്. ധർമ്മദേവമായ പടക്കത്തി ഭഗവതി തെയ്യം ഭക്തർക്ക് ദർശനം നൽകുന്ന വേളയിലാണ് തെയ്യരൂപം ഇഷ്ടദേവതയ്ക്ക് സമർപ്പിച്ചത്. കളിയാട്ടത്തിനെത്തിയവർക്കിത് വേറിട്ട കാഴ്ചയായി. ഇടവേളകളാണ് ഇത്തരം കലാരൂപങ്ങൾ നിർമ്മിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. ആദ്യമായാണ് നിർമ്മിച്ച ദേവീരൂപം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത്. ഇതിൽ സന്തോഷമെന്നും പവിത്രൻ. കുറച്ച് തെയ്യത്തിന്റെ സാധനമെല്ലാം ചെയ്തിട്ടുണ്ട് ആ വീട്ടിൽ. പിന്നെ മുമ്പ് ഫോണില്ലാത്തോണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. തെയ്യം കുറച്ചാക്കിനി സാധനം ഞാൻ ഫാൻസിന്ന് മേടിക്കുന്നു, പയ്യന്നൂരിന്ന് മേടിക്കുന്നു, കാസർഗോഡ് അതിന്റെ നൂലെല്ലാം. വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച നിരവധി തെയ്യരൂപങ്ങളും കലാരൂപങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് പവിത്രൻ. വുഡ് കാർവിംഗ്, മെക്കാനിക്കൽ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ഇനി നമ്മൾ പോകുന്നത് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്നൊരു ഞായറാഴ്ചയാണ്. പൊതുവേ ഒരു അവധി ദിവസത്തിൻ്റെ ആലസ്യമൊക്കെ ഞായറാഴ്ചകൾക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ വാർത്തകൾക്ക് എന്ത് ഞായറാഴ്ചയാണ്? അപ്പോൾ അതുകൊണ്ട് തിരക്കേറിയ വാർത്തകൾ കാത്തിരിക്കുന്നുണ്ട്. നമുക്കാദ്യം തലക്കെട്ടുകൾ നോക്കാം. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ പിടിച്ച സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് സുപ്രീം കോടതി. ജഡ്ജിയെ ജുഡീഷ്യൽ ജോലികളിൽ നിന്ന് മാറ്റി നിർത്തി. കത്തിയ നോട്ടുകളുടെ ദൃശ്യങ്ങൾ പുറത്ത്. BJP സംസ്ഥാന അധ്യക്ഷനെ ഇന്നറിയാം. കോർ കമ്മിറ്റി യോഗത്തിൽ പുതിയ അധ്യക്ഷനെ പ്രകാശ് ജാവ്ദേക്കർ പ്രഖ്യാപിക്കും. കെ സുരേന്ദ്രൻ തുടരുമോ എന്നതിൽ ഉദ്വേഗം. നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം. തൊടുപുഴ ബിജു ജോസഫ് കൊലപാതക കേസിൽ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ തുടങ്ങും. പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചെന്ന ഇൻക്വസ്റ്റ്. ശിശുക്ഷേമ സമിതിയിൽ മരിച്ച കുഞ്ഞിന് ന്യൂമോണിയ ബാധ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അണുബാധയും കണ്ടെത്തി. 1 മാസത്തിനിടെ മരിച്ചത് 2 കുഞ്ഞുങ്ങൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ആശുപത്രി വിടും. വത്തിക്കാനിലെ വസതിയിലേക്ക് ഇന്ന് മടങ്ങും. ഇനി 2 മാസത്തേക്ക് വിശ്രമം. ഇന്ന് വിശ്വാസികളെ പാപ്പ ആശീർവദിക്കും. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ നാളെ കൂട്ടനിരാഹാരത്തിന്. രാപ്പകൽ സമരം 42ാം ദിവസം. 3 പേരുടെ നിരാഹാരം തുടരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ VM സുധീരൻ. തോറ്റത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചുകൊണ്ട്. അത്ര കൂടുതലായി പറയുന്നില്ല. ഒരു കാര്യം ശരിയാണ്, നല്ല സ്ഥാനാർത്ഥി നിർണയം, ജനസ്വീകാര്യതയുള്ള സ്ഥാനം. പാർട്ടി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളെ കാലുവാരാതെ നോക്കണമെന്നും VM സുധീരൻ ന്യൂസ് 18 Q18. IPL ആദ്യ മത്സരത്തിൽ ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിന് അനായാസ ജയം. കൊൽക്കത്തയെ തോൽപ്പിച്ചത് 7 വിക്കറ്റിന്. കോഹ്ലിക്കും സോൾട്ടിനും അർദ്ധ സെഞ്ചുറി. രാജസ്ഥാൻ ഇന്ന് ആദ്യ മത്സരം. ചെന്നൈ മുംബൈ പോരാട്ടവും ഇന്ന്. പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് വിശദമായി കടന്നു ചെല്ലാം. ഏറ്റവും ആദ്യം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളെ ഞെട്ടിച്ച വാർത്തയായിരുന്നു ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് ചാക്ക് കണക്കിന് പണം കണ്ടെടുത്തു എന്ന വാർത്ത. ഇതിൽ പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ സുപ്രീം കോടതി പുറത്തുവിട്ടിരിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സമർപ്പിച്ച റിപ്പോർട്ടിനൊപ്പം കത്തിയ നോട്ടുകെട്ടുകളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണ സമിതിയെ സുപ്രീം കോടതി ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, 3 ചാക്കിലോ മറ്റോ കെട്ടിവെച്ച നിലയിലുണ്ടായിരുന്ന നോട്ടുകൾ, അത് കത്തിയതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് മേധാവി അങ്ങനെ നോട്ട് കണ്ടെടുത്തിട്ടില്ലെന്ന് പറയുന്നു. അതേസമയം സുപ്രീം കോടതിയിൽ നടപടികൾ തുടങ്ങുന്നു. എന്തായാലും ഇപ്പോൾ എല്ലാം സ്ഥിരീകരിക്കുകയാണ്. ചാക്ക് കണക്കിന് നോട്ടുകളായിരുന്നു ഈ ജഡ്ജിയുടെ വീട്ടിലുണ്ടായിരുന്നത്. അതെങ്ങനെ വന്നു എന്നതാണ് ഇനി അറിയേണ്ടത്.
ശ്രീജ, ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്ക് കുരുക്കുമുറുകുകയാണ്. കാരണം ഇതൊരു പതിവില്ലാത്ത രീതിയാണ്. കാരണം ജുഡീഷ്യറിയുടെ തന്നെ വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ആഭ്യന്തര അന്വേഷണം നടത്തിക്കൊണ്ട് ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണം ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നത്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി പുറത്തുവിട്ടിരിക്കുന്നത്. ഏതാണ്ട് 25 പേജുള്ള റിപ്പോർട്ടിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പ്രധാനമായും ആവശ്യപ്പെടുന്നത് ആഴത്തിലുള്ള അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്നുള്ളതാണ്. കാരണം 15-ാം തീയതിയാണ് ഈ മാസം 15-ാം തീയതിയാണ് ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിലെ സ്റ്റോർ റൂമിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. അതിനുശേഷം അവിടെ നാശനഷ്ടം വിലയിരുത്തുന്ന ഘട്ടത്തിലാണ് നോട്ട് കെട്ടുകൾ കത്തിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവി, ഒപ്പം തന്നെ അവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ആരോപണ വിധേയനായ യശ്വന്ത് വർമ്മയുടെ വാദങ്ങളും വിശദീകരണവും ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. യശ്വന്ത് വർമ്മ സൂചിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവത്തെ അപ്പാടെ അദ്ദേഹം നിഷേധിക്കുകയാണ്. കാരണം തൻ്റെ വീട്ടിലെ സ്റ്റോർ റൂമിൽ ആർക്കും പ്രവേശിപ്പിക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല താനോ കുടുംബമോ അത്തരത്തിൽ നോട്ടുകെട്ടുകൾ അവിടെ സൂക്ഷിക്കാറില്ല. മാത്രവുമല്ല ഈ സംഭവം നടക്കുന്ന സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നില്ല തുടങ്ങിയ വാദങ്ങൾ, തൻ്റെ പ്രതിച്ഛായ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് തുടങ്ങിയ വിശദീകരണമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ അക്കാര്യം ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തള്ളുന്നുണ്ട്. കാരണം റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ബംഗ്ലാവിനകത്ത്, ഔദ്യോഗിക വസതിക്കകത്ത് പുറമേ നിന്ന് ആർക്കും പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വസതിക്കകത്തുള്ള ആരെങ്കിലും തന്നെയായിരിക്കാം ഇതിന് പിന്നിൽ എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രവുമല്ല ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഇദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകൾ, കഴിഞ്ഞ 6 മാസത്തെ ഫോൺ കോളുകൾ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ യശ്വന്ത് വർമ്മയെ സംബന്ധിച്ച് അദ്ദേഹം വലിയ രീതിയിൽ കുരുക്കുമുറുകുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. ഏതായാലും സുപ്രീം കോടതിയും ഈ വിഷയത്തിൽ വലിയ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കാരണം ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആഭ്യന്തര അന്വേഷണ സമിതിക്ക് സുപ്രീം കോടതി രൂപം നൽകിയിരിക്കുന്നത്. 3 അംഗ സമിതിയായിരിക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ, ഈ ആരോപണം അല്ലെങ്കിൽ പണം കണ്ടെത്തിയ സംഭവം അന്വേഷിക്കുകയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പഞ്ചാബ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ഷീൽ നാഗു, ഒപ്പം തന്നെ പഞ്ചാബ് ഹൈക്കോടതി ജസ്റ്റിസ് സൺഡേ വാലിയ, ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശ് ചീഫ് ജസ്റ്റിസ് അനു ശിവരാമൻ തുടങ്ങിയവരായിരിക്കും ഈ കേസ് അന്വേഷിക്കുക, പണം കണ്ടെത്തിയ സംഭവം അന്വേഷിക്കുകയെന്നും സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല ജുഡീഷ്യൽ ആക്ടിവിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി. ഇതിൽ തന്നെ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ, ഈ 25 പേജുള്ള റിപ്പോർട്ടിൽ ഈ പണം കണ്ടെത്തിയ, ഈ കത്തിയ നിലയിൽ കണ്ടെത്തിയ നോട്ടുകെട്ടുകൾ, ഒപ്പം തന്നെ അവിടെ നിന്ന് ഫയർഫോഴ്സ് അടക്കം ശേഖരിച്ച വീഡിയോ തുടങ്ങിയവും സുപ്രീം കോടതി സമർപ്പിക്കുക, ആ ദൃശ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ശ്രീജ, ഇതോടൊപ്പം അറിയേണ്ടത്, ഇപ്പോൾ ഈ പണം കണ്ടെത്തിയത് കാര്യം സ്ഥിരീകരിക്കുന്നു. നേരത്തെ ഞാൻ 3 ചാക്കെന്നാണ് പറഞ്ഞത്, 4-5 ചാക്കുകളിലായി കത്തിക്കഴിഞ്ഞ നോട്ടുകളുടെ പടമുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ രാകേഷ്, ഈ പണം തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു തീപിടുത്തത്തിൻ്റെ പ്രധാന കാരണമെന്ന് കരുതണ്ടേ? കാരണം ഈ പണം സൂക്ഷിച്ച സ്റ്റോർ റൂമിൽ പെട്ടെന്നൊരു തീ പ്രത്യക്ഷപ്പെടുന്നു. അത് ഫയർ ഫോഴ്സ് വന്ന് അണയ്ക്കുമ്പോഴാണ് അവരുടെ ശ്രദ്ധയിലേക്ക് ഇങ്ങനെ ഒരു വലിയ പണച്ചാക്കുകളുടെ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്. ഡൽഹി ഹൈക്കോടതിയാണ്, ഏറ്റവും രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട പല കേസുകളും വരുന്നൊരു കോടതിയാണ്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ഈ ജഡ്ജി പരിഗണിച്ചിട്ടുള്ള കേസുകളിലേക്കൊക്കെ തിരികെ ഒരു അന്വേഷണം പോകേണ്ടി വരില്ലേ? അതെ ശ്രീജ, തീർച്ചയായും വിശദമായൊരു അന്വേഷണത്തിലേക്ക് കടക്കേണ്ടി വരും. കാരണം ജുഡീഷ്യറിയെ തന്നെ സംശയനിലയിൽ നിർത്തുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ ഡൽഹി ചീഫ് ജസ്റ്റിസ് തൻ്റെ റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നത്. കാരണം അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പരാമർശിച്ചിരിക്കുന്ന ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്ന തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതായത് ആഴത്തിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. കാരണം നോട്ടുകെട്ടുകൾ അടങ്ങിയ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഫയർഫോഴ്സ് മേധാവി നേരത്തെ ആദ്യം ഫയർഫോഴ്സിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പണം കണ്ടെത്തിയതെന്ന് സൂചിപ്പിച്ചു. പിന്നീട് മേധാവി നിലപാട് മാറ്റിയിരുന്നു. അതിനുശേഷം താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നിപ്പോൾ അദ്ദേഹം തന്നെ ആവർത്തിക്കുന്നു. അങ്ങനെയൊക്കെ സാഹചര്യമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഈ ജഡ്ജിയുടെ വസതിയിൽ നിന്ന്, അതും ഔദ്യോഗിക വസതിയിൽ നിന്നാണ്
നോട്ട് കെട്ടുകൾ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജുഡീഷ്യറിയെ തന്നെ സംശയനിലയിലാക്കുന്ന കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ആഴത്തിലുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യം ഈ റിപ്പോർട്ടിനോടൊപ്പം തന്നെ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സംഭവത്തിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഈ 3 അംഗ ആഭ്യന്തര സമിതിക്ക് ഇപ്പോൾ സുപ്രീം കോടതി റിപ്പോർട്ട് അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇദ്ദേഹം പരിഗണിച്ച കേസുകൾ അത് ഏതൊക്കെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇനി അന്വേഷണം വന്നേക്കാം. അത് ഈ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ പരിഗണനയ്ക്ക് വരുമെന്നാണ് സൂചന. ആഭ്യന്തര അന്വേഷണ സമിതിയും ഇത് സംബന്ധിച്ച് വിശദമായി പരിശോധിച്ച ശേഷം റിപ്പോർട്ട് നൽകും. അതിനുശേഷമായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്ത് തുടർ നടപടികൾ, എന്ത് നടപടിയായിരിക്കും ഇദ്ദേഹത്തിനെതിരെ സ്വീകരിക്കേണ്ടത്. കാരണം ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തിനെതിരെ സ്വീകരിച്ചത് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടൊരു തീരുമാനമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇനി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം ഇപ്പോൾ നൽകുന്ന വിശദീകരണ അടിസ്ഥാനത്തിൽ അത് തൃപ്തികരമല്ല, അത് തെറ്റാണെന്ന് കണ്ടെത്തിയാൽ ഒരുപക്ഷെ കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള തീരുമാനവും ഉണ്ടായേക്കാം. അത് പക്ഷേ ഈ 3 അംഗ സമിതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക. ശ്രീജ. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തത്തിൽ കരിഞ്ഞ ചാക്കുകളിൽ കണ്ടെത്തിയത് 4-5 ചാക്കുകളിലായി പണക്കെട്ടുകളാണ് കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിരിക്കുന്നു. ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ജഡ്ജിക്ക് വലിയ കുരുക്കാണ്. സുപ്രീം കോടതി നേരിട്ട് ഇടപെടുകയാണ്. ഇനി ഈ വിഷയത്തിൽ വളരെ കാര്യമായുള്ള അന്വേഷണം, ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയത്. ആ സംഭവത്തിൽ ഒരു വലിയ അന്വേഷണത്തിലേക്ക് തന്നെ പോവുകയാണ്. ഈ ജഡ്ജി പരിഗണിച്ച കേസുകളിലേക്കെല്ലാം തിരികെ അന്വേഷണം പോകും. എവിടെ നിന്ന് അനധികൃതമായി ഇത്രയേറെ പണം, വെറുതെ പണമല്ല, ചാക്കുകെട്ടുകളിൽ പണം സൂക്ഷിക്കുന്ന തരത്തിൽ എവിടെ നിന്ന് പണം എത്തി എന്നതാണ് ഇനി അറിയേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് സംസ്ഥാനത്തെ BJPയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഏറെ നാളായി അഭ്യൂഹങ്ങൾ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്നതിൽ ആ കാര്യത്തിൽ അവസാനം ഇന്നൊരു തീരുമാനമുണ്ടാവും. നാളത്തെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പേര് പറയുമെങ്കിലും ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ തന്നെ പേരിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാകും. K. സുരേന്ദ്രൻ തുടരും എന്ന ഒരു വിഭാഗം ഉറപ്പിച്ചു പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറക്കിയ സാഹചര്യത്തിൽ പുതിയ നടപടികളിലേക്ക് കടക്കുന്നു എന്നൊരു പ്രതീതിയും ഉണ്ടാവുന്നുണ്ട്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത്യന്തം സസ്പെൻസ് നിറയുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്ന കാര്യത്തിൽ. K. സുരേന്ദ്രൻ തുടരുമെന്നും അതല്ല രാജീവ് ചന്ദ്രശേഖർ പുതിയ അധ്യക്ഷനായി എത്തുമെന്നുമുള്ള ചർച്ചകളാണ് ഏറെ സജീവമായി നിലനിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. K. സുരേന്ദ്രനെ തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ കാലാവധി നീട്ടിയാൽ മതി, വിജ്ഞാപനം ഇറക്കേണ്ടതില്ലായിരുന്നു എന്ന് എതിർചേരി വിലയിരുത്തുന്നു. അതായത് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നത് സുരേന്ദ്രൻ മാറുമെന്ന് തന്നെയാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായാണ് വിജ്ഞാപനം ഇറക്കിയതെന്നും അധ്യക്ഷ പദവിയിൽ നിന്ന് സുരേന്ദ്രൻ ഒഴിയേണ്ടി വരില്ലെന്നും അദ്ദേഹത്തിന്റെ അനുകൂലികൾ പറയുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥിയായി എത്തും എന്നതിൽ കാര്യമായ ചർച്ച BJP സംസ്ഥാന ഘടകത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ സംസ്ഥാന നേതൃത്വത്തെ തെല്ലൊന്ന് അമ്പരിപ്പിച്ചു തന്നെയാണ് രാജീവ് സ്ഥാനാർത്ഥിയായി എത്തിയത്. പ്രസിഡന്റ് പദത്തിലേക്കും രാജീവ് നിശബ്ദമായി നീക്കം നടത്തുന്നു എന്ന് കരുതുന്നവരുണ്ട്. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടു. V. മുരളീധരൻ ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്രീകരിച്ചേക്കും. RSSൽ നിന്ന് അധ്യക്ഷൻ എത്തുമെന്ന് കരുതുന്ന പ്രവർത്തകരുമുണ്ട്. ഏതായാലും അധ്യക്ഷ സ്ഥാനത്തേക്ക് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പുണ്ടാകില്ല. കേന്ദ്രം നിർദ്ദേശിക്കുന്ന പേര് നോമിനേഷനായി പോകും. ഔദ്യോഗിക പ്രഖ്യാപനം കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. ന്യൂസ് 18 തിരുവനന്തപുരം. PV വിനോദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിനോദ്, നമ്മൾ ഇത് 4-5 തവണയായി ഈ BJP സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് ഇതുപോലെ തന്നെ നമ്മൾ രാവിലെയിൽ സംസാരിക്കുന്നു. എന്തായാലും അഭ്യൂഹങ്ങൾക്കൊക്കെ ഒടുവിൽ അവസാനം ഇന്നത്തെ ദിവസം അറിയാം ആരായിരിക്കും പുതിയ അധ്യക്ഷൻ എന്നറിയാം. ഊഹാപോഹങ്ങൾക്ക് വലിയ സാധ്യതയൊന്നുമില്ല എങ്കിൽ പോലും. പക്ഷേ അപ്പോഴും ശ്രദ്ധേയമായൊരു കാര്യം, K. സുരേന്ദ്രൻ തന്നെ വരുമെങ്കിൽ എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഇത്ര സജീവമായി പരിപാടികളിൽ പങ്കെടുക്കുന്നതും ഇവിടെ താമസം ഇങ്ങോട്ട് മാറ്റുന്നതും? ഒരു വേള അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, എനിക്ക് സംസ്ഥാന അധ്യക്ഷനാവുന്നതിൽ വിരോധമില്ല എന്ന് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ ഒന്നും അറിയാതെ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു പ്രവർത്തന മേഖല തിരുവനന്തപുരത്തേക്ക് മാറ്റുമോ എന്നതാണ് പ്രധാനപ്പെട്ട സംശയങ്ങളൊക്കെ. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഒന്നുകിൽ സുരേന്ദ്രൻ തുടരും, അതല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ, അങ്ങനെ ഒരു തരത്തിലേക്ക് അവസാന നിമിഷം ചർച്ചകൾ മാറുന്നുണ്ടോ?
ശ്രീജ, സുരേന്ദ്രനെ സംബന്ധിച്ച് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ക്രമാനുഗതമായി സംസ്ഥാനത്ത് BJPക്ക് വോട്ട് വിഹിതം വർദ്ധിച്ച ഒരു കാര്യമുണ്ട്. സുരേന്ദ്രൻ പ്രസിഡന്റ് ആകുമ്പോൾ ഒരുപക്ഷെ വി മുരളീധരന്റെ കാലത്ത് തുടങ്ങിയ ഒരു പ്രവണതയാണ്. അത് ക്രമാനുഗതമായി 4%, 5% വോട്ട് വിഹിതം എന്നത് ഏതാണ്ട് 18-20% BJPക്ക് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. മാത്രമല്ല, തുടർച്ചയായി ചില മണ്ഡലങ്ങളിൽ അവർക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട്. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ തിരുവനന്തപുരത്ത് മണ്ഡലങ്ങളൊക്കെ നമുക്കറിയാം. അതിനൊരു തുടർച്ചയുണ്ട്. എവിടെയെങ്കിലും സുരേന്ദ്രന്റെ കാലഘട്ടത്തിൽ അത് വോട്ട് വിഹിതം താഴേക്ക് പോകുന്ന ഒരു നിലയുണ്ടായിട്ടില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പോലും തിരുവനന്തപുരത്ത് 15,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF വിജയിച്ചു പോകുന്നത്. മാത്രമല്ല, തൃശ്ശൂരിലെ വിജയം ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ ഒരു താരപ്രഭ, അദ്ദേഹത്തിന്റെ ഇടപെടൽ, മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം, ഇതെല്ലാം തന്നെയാണ് പ്രധാന ഘടകമെങ്കിലും ഈ സുരേന്ദ്രന്റെ ഒരു കോർഡിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് സജീവമായി പരിഗണിക്കുന്നുണ്ട്. മാത്രമല്ല, LDF UDF നേതൃത്വങ്ങൾക്ക് മറുപടി പറയുന്നത്, ഈ വിവാദങ്ങളിൽ ഇടപെടുന്നത്, കൂടുതൽ അഗ്രസീവായുള്ള സമീപനം, ഒരുപക്ഷെ അതിനു മുൻപ് ശ്രീധരൻ പിള്ളയോ കൃഷ്ണദാസോ ഒക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആക്റ്റീവായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷയും അദ്ദേഹത്തിന്റെ സംസാര രീതിയുമൊക്കെ പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധിക്കുന്നതും മറ്റ് മുന്നണികളെ ആക്രമിക്കുന്നതുമായ ഒരു ശൈലിയൊക്കെ സുരേന്ദ്രനുണ്ട്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ തുടരട്ടെ, ഇപ്പോഴത്തെ ഒരു ടെമ്പോ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കേന്ദ്ര നേതാക്കളുണ്ട്. അത് സുരേന്ദ്രന് അനുകൂലമായ ഒരു ഘടകമായി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ ഒരു നേതൃമാറ്റം എന്തിന് എന്ന ഒരു ചോദ്യം വരുന്നു. അത് കഴിഞ്ഞിട്ട് ആവശ്യമെങ്കിൽ സുരേന്ദ്രനെ മാറ്റി പുതിയ പ്രസിഡന്റ്, 5 വർഷമാണ് സുരേന്ദ്രനായിട്ടുള്ളത്, 6 വർഷമാണ്, 2 ടേം ആകണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രന് സമയം നീട്ടിക്കൊടുക്കാം. ആ തരത്തിൽ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ BJPയുടെ പ്രധാനപ്പെട്ട പരിപാടികളിലും വളരെ സജീവമായി സുരേന്ദ്രൻ ഇടപെടുകയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജില്ലാ നേതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നതടക്കമുള്ള പരിപാടികളിൽ സുരേന്ദ്രൻ സജീവമായിരുന്നു. ഇതെല്ലാം തന്നെയാണ് സുരേന്ദ്രൻ തുടർന്നേക്കുമെന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നത്. പക്ഷേ അവിടെയും ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ചില അഭ്യൂഹങ്ങൾക്ക് ഇടവരുത്തുന്നത് എന്തിന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു എന്നതാണ്. സ്വാഭാവികമായും അത് പാർട്ടി നടപടിയായി ആണ് എന്ന് വ്യാഖ്യാനിക്കാനും അല്ലെങ്കിൽ അങ്ങനെ കണ്ടു പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് സുരേന്ദ്രനെ തുടരാൻ അനുവദിക്കുകയാണെങ്കിൽ ഇത്തരം സാങ്കേതിക നടപടികളിലേക്ക് കടക്കണമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. മാത്രമല്ല, സുരേന്ദ്രന് സമയം നീട്ടിക്കൊടുത്താൽ മതി. അങ്ങനെ ഒരു അറിയിപ്പ് കേന്ദ്രത്തിൽ നിന്നുണ്ടായാൽ ആ കാര്യം അവിടെ അവസാനിക്കുന്നതാണ്. എന്നാൽ കൃത്യമായി ഒരു തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരികയും അത് കോർ കമ്മിറ്റി ചേരുകയും അവിടെ പേര് നിശ്ചയിക്കുകയും പിന്നീട് സാങ്കേതികമായി ഈ പേര് സംസ്ഥാന കൗൺസിലിൽ അടുത്ത ദിവസം ചേരുന്ന സംസ്ഥാന കൗൺസിൽ അവതരിപ്പിക്കുകയും പിന്നീട് ഇത് കേന്ദ്രത്തിലേക്ക് അയക്കുകയും ആ പേര് ഔദ്യോഗികമായി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. അവിടെയാണ് ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പൂർണ്ണമായും ഒരു തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് എന്തിനു പോകുന്നു? സുരേന്ദ്രനാണെങ്കിൽ അത്തരത്തിൽ അങ്ങനെ ഒരു പ്രക്രിയ വേണ്ടതുണ്ടോ എന്ന ഒരു സംശയവും ചിന്തയുമാണ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് വളരെ സജീവമാണ്. മാത്രമല്ല, സംസ്ഥാനത്തെ പല നേതാക്കളുമായി അദ്ദേഹം നേരത്തെ തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വത്തെ സമയത്ത് അദ്ദേഹത്തെ അവതരിപ്പിച്ച രീതി, നിർമ്മലാ സീതാരാമന്റെ പേര് ഉൾപ്പെടെ പല പേരുകൾ തിരുവനന്തപുരത്ത് ഉയർന്നു വന്നിരുന്നു. കെ സുരേന്ദ്രൻ മത്സരിച്ചേക്കും, വി മുരളീധരൻ ഒരുപക്ഷെ ആറ്റിങ്ങൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത്, തൃശ്ശൂരിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി തിരുവനന്തപുരത്തേക്ക് വന്നേക്കും, വി രാജേഷ് മത്സരിക്കും. അങ്ങനെ പല പേരുകൾ, അല്ലെങ്കിൽ RSSൽ നിന്നൊരു മുഖം, സിനിമയിൽ നിന്നൊരു മുഖം, അങ്ങനെ പല പേരുകൾ ഉയർന്നു കേട്ടൊരു മണ്ഡലമാണ് തിരുവനന്തപുരം. ഏറ്റവും ഒടുവിൽ വളരെ നിശബ്ദമായി ഇവിടെ പറന്നിറങ്ങിയത് രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടനം കണ്ടതാണ്. ഒരുപക്ഷെ ശശി തരൂർ പോലും വിചാരിച്ചതിനേക്കാൾ വലിയ വോട്ട് വിഹിതം നേടി രാജീവ് ചന്ദ്രശേഖർ UDFനെ വിറപ്പിക്കുകയും ചെയ്തു. ഏതാണ്ട് 15,000 വോട്ടിന് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടത്. 3 മണ്ഡലങ്ങളിൽ BJP ലീഡ് നേടുകയും ചെയ്തു. ആ തരത്തിൽ ഒരു നീക്കമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വളരെ നിശബ്ദമായി രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നു. പക്ഷേ തീരുമാനം വരുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് വരും എന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാന BJPയിൽ വലിയ മാറ്റമാണ്, വലിയൊരു ധ്രുവീകരണത്തിലേക്കാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നത്. കാരണം പരമ്പരാഗതമായി നിന്ന കൃഷ്ണദാസ് മുരളീധര പക്ഷങ്ങൾ പിന്നീട് മുരളീധരനും സുരേന്ദ്രനും 2 വഴിക്ക് നീങ്ങി എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എങ്കിൽ തന്നെയും കാലങ്ങളായി നിൽക്കുന്ന 2 ദ്വന്ദ്ങ്ങളാണ് ഈ മുരളീധര പക്ഷവും അതോടൊപ്പം തന്നെ കൃഷ്ണദാസ് പക്ഷവും. അതിനൊരു മാറ്റം ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത്. പിന്നൊന്ന് ശോഭാ സുരേന്ദ്രനാണ്. BJPയുടെ ഇപ്പോൾ
ദേശീയ തലത്തിൽ തന്നെ ഉള്ള ഒരു നയമാണ് ഈ വനിതാ പ്രാതിനിധ്യം. അങ്ങനെ വനിതാ പ്രാതിനിധ്യത്തിന് പ്രാധാന്യം നൽകുകയും സുരേഷ് ഗോപി അടക്കമുള്ളവർ ശോഭയ്ക്ക് വേണ്ടി ചില നീക്കങ്ങൾ നടത്തി, അവരെ സഹായിക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയെന്ന് വിവരങ്ങൾ പുറത്തു വന്നിരുന്ന നേരത്തെ. ഏതായിരുന്നാലും അങ്ങനെ ശോഭാ സുരേന്ദ്രന് വനിതാ പ്രാതിനിധ്യം എന്ന പരിഗണനയും ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു വനിത എന്ന കാര്യം കൂടി പരിഗണിച്ചാൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രന് നറുക്ക് വീഴും. അവർക്കും അങ്ങനെ പ്രസിഡന്റ് പദത്തിലേക്ക് എത്താനുള്ള ആഗ്രഹമുണ്ട്. തീപ്പൊരി പ്രസംഗകയാണ്, ദീർഘകാലമായി BJP പ്രവർത്തിക്കുകയും അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ വോട്ട് നേടുകയും ചെയ്യുന്ന വളരെ കരുത്തുറ്റ ഒരു വനിത തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പേരും വളരെ സജീവമായി ഉയർന്നു വരുന്നുണ്ട്. മറ്റൊരു പേര് MD രമേശാണ്, വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കൃഷ്ണദാസ് പക്ഷത്തോടാണെങ്കിൽ കൂടിയും അങ്ങനെ മറ്റുള്ള ആളുകളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു ചേരിതിരിഞ്ഞുള്ള പോരാട്ടത്തിനോ ഒക്കെ പോകാത്ത, എന്നാൽ സംഘടനാ സംവിധാനത്തിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന, കാർക്കശ്യമുള്ള സംഘടനാ കാര്യങ്ങളിൽ വളരെ കാർക്കശ്യമുള്ള വ്യക്തിയാണ് MD രമേശ്. അദ്ദേഹം ഒരുപക്ഷെ ഒരു സാത്വികനാണ് എന്ന് പറഞ്ഞാൽ പോലും ഒരു അതിശയമില്ല. പക്ഷേ അദ്ദേഹം ടെലിവിഷൻ ചർച്ചകളിലാകട്ടെ, മുൻപ് പിന്നീട് സംഘടനാ സംവിധാനത്തിലാകട്ടെ, പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാകട്ടെ, അതിലെല്ലാം തന്നെ അതിശക്തമായി BJPക്ക് വേണ്ടി നിലയുറച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് സമവായം എന്ന നിലയിൽ ഒരുപക്ഷെ സുരേന്ദ്രന് മാറേണ്ടി വന്നാൽ മറ്റൊരു പേര് സുരേന്ദ്ര വിഭാഗമോ അല്ലെങ്കിൽ മുരളീധര വിഭാഗമോ ഒക്കെ തന്നെ പിന്തുണയ്ക്കുന്ന നിലയിൽ വന്നു കഴിഞ്ഞാൽ രമേശ് ആകട്ടെ എന്ന കാര്യത്തിൽ അവർക്ക് പോലും ഒരു എതിർപ്പുണ്ടാകുമെന്ന് കരുതുന്നില്ല. അതായത് ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് MD രമേശ് വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. കേരളത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ളൊരു നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ഡൽഹി ബന്ധങ്ങൾ അങ്ങനെ അത്ര കണ്ട് ഡൽഹിയിൽ വലിയ കോണ്ടാക്ട് ഉണ്ടാക്കാത്ത ഒരാളാണ്. അദ്ദേഹം കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. എന്നാൽ കേന്ദ്ര നേതാക്കളുമായി നല്ല ബന്ധമുണ്ട്. പക്ഷേ തുടർച്ചയായി ഇങ്ങനെ ഒരു സ്ഥാനമാനത്തിന് വേണ്ടി അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്ന വ്യക്തിയല്ല എന്ന് അദ്ദേഹത്തോടൊപ്പമുള്ളവർ അത് കൃത്യമായി പറയുന്നുണ്ട്. ഏതായിരുന്നാലും കോർ കമ്മിറ്റി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആരാകും അധ്യക്ഷൻ എന്ന കാര്യത്തിൽ വ്യക്തത വരും. ശ്രീജ, തീർച്ചയായും വിനോദ്, ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ ആകാംക്ഷയ്ക്കും ഉദ്വേഗത്തിനുമൊക്കെ ആയുസ്. BJP സംസ്ഥാന അധ്യക്ഷൻ ആരെന്ന് ഇന്നറിയാം. ഇന്ന് കോർ കമ്മിറ്റിയിൽ നോമിനേഷൻ നൽകും. ആരാണ് പുതിയ പ്രസിഡന്റ് ആവുന്നത്, അങ്ങനെ ഒരൊറ്റ നോമിനേഷൻ മാത്രമേ അതിൽ വരാൻ സാധ്യതയുള്ളൂ. അത് കാരണം ആ നോമിനേഷൻ വരുമ്പോൾ ആരാണോ നോമിനേഷൻ നൽകുന്നത് അയാളാണ് സംസ്ഥാന BJPയുടെ പുതിയ പ്രസിഡന്റ് എന്നറിയാം. നാളെയായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത്. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി പോകാം. അത് വിനോദ് തന്നെയാണ് നൽകുന്നത്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ 5.5 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കും. തൊണ്ടയിൽ പാൽ കുടുങ്ങി മരണം സംഭവിച്ചു എന്നതാണ് പ്രാഥമിക നിഗമനമെങ്കിലും അണുബാധ ഉണ്ടായോ എന്ന കാര്യം പരിശോധിക്കുകയാണ്. ചെറിയ കുഞ്ഞുങ്ങൾ കഴിഞ്ഞിരുന്ന കെട്ടിടത്തോട് ചേർന്ന മറ്റൊരു മന്ദിരത്തിൽ പണി നടന്നിരുന്നു. ഇനി പൊടി ശ്വസിച്ചതാണോ കുട്ടിയുടെ ആരോഗ്യം മോശമാക്കിയത് എന്നൊരു സംശയമുണ്ട്. വി വിനോദ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. വിനോദ്, 2 സംശയമാണ്. ഒന്ന്, ഈ കുട്ടിക്ക് ന്യൂമോണിയ ഉണ്ടായിരുന്നു എന്ന് പ്രാഥമികമായൊരു നിഗമനം അറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായത്? അത് പാൽ കുടുങ്ങി ഉണ്ടായതാണോ അതോ മറിച്ച് നിരന്തരമായി പൊടി ശ്വസിച്ചതാണോ? ഇതാണ് ഏറ്റവും പ്രാഥമികമായി അറിയേണ്ടത്. എന്താണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, അത്യന്തം ഗൗരവമുള്ളൊരു സംഭവം തന്നെയാണ് ശിശുക്ഷേമ സമിതിയിൽ നടക്കുന്നത്. കഴിഞ്ഞ മാസം 1.5 മാസം പ്രായമുള്ള കുഞ്ഞ് മരിക്കുന്നു. 1 മാസമാകുമ്പോൾ രണ്ടാമത്തെ കുഞ്ഞ് കൂടി മരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ രണ്ടാമത്തെ കുഞ്ഞ് മരിച്ചത്. 5.5 മാസം പ്രായമുള്ള ആൺകുട്ടിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഇത് പാൽ തൊണ്ടയിൽ കുടുങ്ങിയാണ്. ആദ്യത്തെ കുട്ടി മരിച്ചപ്പോൾ തന്നെ അതിന്റെ ഒരു കാരണം അറിയില്ല. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പാൽ കുടുങ്ങിയ വിഷയമല്ല, അതിനു മുൻപ് തന്നെ കുട്ടി ആശുപത്രിയിലായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് ഔദ്യോഗികമായ ഒരു അറിയിപ്പായി വന്നത്. പിന്നീട് അതിൽ ഒരു കാര്യമായ അന്വേഷണം നടക്കുകയും ചെയ്തില്ല. പക്ഷേ വീണ്ടും ഒരു കുഞ്ഞു കൂടി മരിച്ചിരിക്കുന്നു. അപ്പോഴും ഈ പാൽ കുടുങ്ങിയതാണോ എന്നൊരു കാര്യം പറയുകയും അതിൽ ചില സംശയങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഡോക്ടർമാരുമായി ബന്ധപ്പെടുമ്പോൾ SIT ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ എന്ന കാര്യം പറയുകയാണ്. മറ്റ് ചില സംശയങ്ങൾ കൂടിയുണ്ട്. സംശയമാണ് കാരണം ഈ ശിശുക്ഷേമ സമിതി ആ വളപ്പിനുള്ളിൽ ഒരു കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട്. ആ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നത് കൊണ്ട് തന്നെ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ താമസിച്ചിരുന്ന ആ ബ്ലോക്കിലേക്ക് അതിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ മാറ്റി ഈ 5 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങളെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്വകാര്യ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വാടക കൊടുത്ത് ആ സ്വകാര്യ കെട്ടിടത്തിലേക്ക് ഇതിന് അടുത്തു തന്നെയുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് പണി കഴിയുന്നതുവരെ
5 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മാറ്റിയിട്ടുണ്ട്. ഈ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം നവജാത ശിശുക്കൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ കഴിയുന്ന കെട്ടിടത്തോട് ചേർന്ന കെട്ടിടത്തിലാണ് ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. നിരന്തരമായി പൊടിശല്യം ഉണ്ടാകുന്നുവെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. നിരന്തരമായി ഈ പൊടി ശ്വസിക്കുകയും ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാം, വളരെ ചൂട് കൂടിയ ഒരു കാലാവസ്ഥയാണ്, ചെറിയ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു പരിചരണം ഇക്കാര്യത്തിൽ അവർക്കുണ്ടായോ, ശ്രദ്ധ ഉണ്ടായോ? ഇത് അങ്ങനെ പൊടി ശ്വസിച്ച് ഉള്ള ഒരു ഇൻഫെക്ഷനാണ്, അങ്ങനെയുള്ള ഒരു അണുബാധയാണെങ്കിൽ അത്യന്തം ഗുരുതരമായ കാര്യമാണ്. കാരണം അവിടെ നമുക്കറിയാവുന്നതാണ്, നേരത്തെ ഈ കുട്ടികളെ ഉപദ്രവിച്ചതിൻ്റെ പേരിലൊക്കെ അവിടുത്തെ ആയമാരെ പിരിച്ചുവിടുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒരിടമാണ്. അവിടെ ഇങ്ങനെ അമ്മത്തൊട്ടിലും മറ്റുമൊക്കെ ഉപേക്ഷിക്കുന്ന കുട്ടികളാണ്. ആ കുഞ്ഞുങ്ങളോട് അങ്ങനെ കാണിച്ചെങ്കിൽ അത് വലിയ തെറ്റായ കാര്യമാണ്, ക്രൂരതയാണ്. പക്ഷേ അക്കാര്യത്തിലും ഒരു സ്ഥിരീകരണം ഉണ്ടാകണം. ഈ നിർമ്മാണം മാത്രമല്ല, അതാണെങ്കിലും അല്ലെങ്കിലും ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഒരു കെട്ടിടത്തോട് ചേർത്ത് ഈ നവജാത ശിശുക്കളെ, മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കിടത്തുന്നത് ശരിയാണോ എന്ന ഒരു സാമാന്യ യുക്തിയും അങ്ങനെ ഒരു ചിന്തയും ഉണ്ടായില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത്തരം കാര്യം അത് മരണത്തിനിടയാക്കിയെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ ഒരു നിർമ്മാണം നടക്കുന്ന കാര്യമുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ആ കുട്ടികളെ മാറ്റേണ്ടതായിരുന്നു. ഏതായിരുന്നാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വരുമെന്നാണ് കരുതുന്നത്. ശ്രീജ, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ടിലാണ് എങ്ങനെയാണ് ഈ കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചത് എന്നറിയുക. കാര്യമായ എന്തെങ്കിലും കുഴപ്പം ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞുങ്ങളുടെ പരിചരണത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത്. തിരുവനന്തപുരത്ത് ആശമാരുടെ സമരം ഇന്ന് നിരാഹാര സമരം ഇന്ന് 4ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 42ാം ദിവസവും അവർ സമരം അവിടെ തുടരുകയാണ്. നാളെ കൂട്ട ഉപവാസത്തിൽ കൂടുതൽ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിനെത്തും. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിന് നാളെയോ മറ്റന്നാളോ JP നഡ്ഡയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കും എന്ന വിവരം കൂടി വരുന്നുണ്ട്. VV വിനോദ് വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നു. വിനോദ്, ഇതിപ്പോൾ 42ാം ദിവസം, അതിൽ നിരാഹാരം 4 ദിവസം ആവുകയാണ്. നാളെ ഒരു കൂട്ട ഉപവാസമാണ് അവർ അവിടെ പ്ലാൻ ചെയ്യുന്നത്. അതായത് സമരവീര്യത്തിൽ ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോവാതെ, ഈ വലിയ ചൂടത്തും ഒരു ഇഞ്ച് പോലും പിറകോട്ട് പോവാതെ അവർ നിൽക്കുകയാണ്. ശ്രീജ, ഈ ആകെ സമരത്തിന്റെ ദിവസം 42ലേക്ക് കടക്കുന്നു. അതോടൊപ്പം തന്നെ നിരാഹാര സമരം 4ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതിൽ ആരോഗ്യസ്ഥിതി മോശമായ ആളെയൊക്കെ ഉൾപ്പെടെ നേരത്തെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആശമാർ 1 ഇഞ്ച് പോലും പിറകോട്ടില്ല. അവർ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഈ സമരം തുടരും എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ മറ്റ് ഇടങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരുകളാണ് ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഈ കേന്ദ്രവുമായുള്ള തർക്കത്തെക്കുറിച്ചൊന്നും തങ്ങൾക്കറിയേണ്ടതില്ല. മാത്രമല്ല, അവർ പറയുന്നത് ഈ കേന്ദ്രത്തിന്റെ നിലപാടുകളോട് യോജിക്കുന്നില്ല, കേന്ദ്ര നയങ്ങളോട് യോജിപ്പില്ല എന്ന കാര്യം കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇത് സംസ്ഥാന സർക്കാരാകട്ടെ പൂർണ്ണമായും കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം എന്ന നിലയിൽ പറയുന്നു. ആശമാർ അതിന് വിഭിന്നമായ ഒരു നിലയിൽ തുടരുകയും ചെയ്യുന്നു. സമരം ഒത്തുതീർപ്പാകാതെ നീണ്ടുപോവുകയാണ്. ആരോഗ്യമന്ത്രി JP നദ്ദയെ കാണാനുള്ള സംസ്ഥാന മന്ത്രിയുടെ നീക്കം, നേരത്തെ ഡൽഹി പോയ യാത്ര, അത് വലിയ വിവാദമായിരുന്നു. കാരണം ഈ മറ്റൊരു സംഘത്തെ കാണാൻ വേണ്ടിയാണ്, ക്യൂബയിൽ നിന്നുള്ള സംഘത്തെ കാണാൻ വേണ്ടിയുള്ള യാത്രയായിരുന്നു. അതിനുവേണ്ടി മാത്രം ഇതൊരു മറയാക്കി എന്ന കാര്യമാണ്. ആശമാരോടുള്ള സ്നേഹം കൊണ്ട് പോയതല്ല എന്ന് പറയുന്നു. മന്ത്രി രാത്രി വൈകിയാണ്, അതായത് ബുധനാഴ്ച രാത്രി വൈകിയാണ് മെയിൽ അയച്ചതെന്ന ആരോപണം വരുന്നു. എന്നാൽ മന്ത്രി ഉച്ചയ്ക്ക് തന്നെ മെയിൽ അയച്ചു എന്ന തരത്തിലുള്ള രേഖകൾ പുറത്തുവിടുന്നു. ഏതായിരുന്നാലും JP നദ്ദ ഇത്തരമൊരു കാര്യം അറിഞ്ഞില്ലെന്നും ഈ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും നാളെയോ മറ്റന്നാളോ, അതായത് തിങ്കളോ ചൊവ്വയോ ചർച്ചയ്ക്ക് അവസരം നൽകുമെന്ന് അറിയിച്ച് ഡൽഹിയിൽ നിന്നൊരു അറിയിപ്പുണ്ടാവുകയും ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ആരോഗ്യമന്ത്രി ഡൽഹിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, അവിടെ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ആകട്ടെ കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു അടക്കം ആശമാരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തുടരെ CIT നേതൃത്വമോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഒക്കെ പറയുന്നത് വലിയ വിവാദമാകുന്നുണ്ട്. സുരേഷ് ഗോപി വന്നപ്പോൾ സിനിമാ പാട്ടാണ് പാടിയതെന്ന് മന്ത്രി പറയുകയും എന്നാൽ ഈ ഗവർണറുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അതേക്കുറിച്ച് അറിയില്ല എന്ന് മന്ത്രി പറഞ്ഞൊഴിഞ്ഞു പോയതുമൊക്കെ വലിയ വിമർശനമായിട്ടുണ്ട്. അതായത് ഗവർണറെ പറയാൻ മന്ത്രിക്ക് ഭയമാണ്. ആരും ചോദിക്കാനില്ലാത്ത അല്ലെങ്കിൽ ഈ ആലംബമില്ലാതെ വഴിയിൽ കിടക്കുന്ന ആശമാരെ കുറിച്ച് അപമാനിച്ച് സംസാരിക്കുന്ന തരത്തിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഒരു വശത്ത് വരുന്നുണ്ട്. UDF ആകട്ടെ നേരത്തെ സഭ നടന്ന സമയത്ത് സഭ ബഹിഷ്കരിച്ചുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വരികയും ആശമാർക്ക് പിന്തുണ അർപ്പിക്കുകയും ചെയ്തിരുന്നു.
പല സംഘടനകളും അങ്ങനെ അവർക്ക് പിന്തുണയുമായി വരുന്നുണ്ട്. നാളെ അവർ കൂട്ട ഉപവാസം ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള സമരങ്ങളാണ്. ഈ നിരാഹാര സമരം നടക്കുന്നതിനൊപ്പം തന്നെ നാളെ കൂട്ട ഉപവാസത്തിലേക്ക് പോകാനും ആശമാർ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീജ. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. തൊടുപുഴയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ ഇന്ന് സംഭവ സ്ഥലത്തെത്തിച്ചു തെളിവെടുക്കും. ജോമോൻ, മുഹമ്മദ് അസ്ലം, വിപിൻ എന്നിവരാണ് പ്രതികൾ. ബിസിനസ് പങ്കാളിയായ ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ കൊലപ്പെടുത്താൻ ജോമോനാണ് കൊട്ടേഷൻ നൽകിയത്. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണം. PA സാഗർ വിവരങ്ങളുമായി. സാഗർ, വലിയ ഞെട്ടലുണ്ടാക്കിയൊരു സംഭവമാണ്. ഇപ്പോൾ ഈ വിഷയത്തിലാണ് കൂടുതൽ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ എപ്പോഴത്തേക്ക് ഒരു തെളിവെടുപ്പ് പ്രതീക്ഷിക്കാം? എവിടെയൊക്കെ ആയിരിക്കും തെളിവെടുക്കാനായി ഇവരെ കൊണ്ടുവരിക? ശ്രീജ, ഇക്കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴയിൽ നിന്ന് ബിജു ജോസഫ് എന്ന ബിസിനസ്സുകാരനെ കാണാതാവുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നലെ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ബിജുവിന്റെ തന്നെ ബിസിനസ് പങ്കാളിയായ ജോമോനാണ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്യാനായി കൊട്ടേഷൻ സംഘത്തിന് ഈ കൊല ചെയ്യാനായി കൊടുത്തത്. ഇന്നലെ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ ഒന്നാം പ്രതിയായ ജോമോൻ, കൊട്ടേഷൻ സംഘങ്ങളായ മുഹമ്മദ് അസ്ലം, വിപിൻ എന്നിവരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റൊരു പ്രതി ആഷിഖിനെ കാപ്പ കേസിലാണ് എറണാകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. അയാളെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിൽ മേടിക്കും. ഇന്ന് രാവിലെയാണ് പ്രതികളെ തെളിവെടുപ്പിനായി കൊണ്ടുപോവുക. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ എത്തിയ സ്ഥലം, ബിജുവിനെ കുഴിച്ചുമൂടിയ ഫാക്ടറി എന്നിവിടങ്ങളിലെല്ലാം തെളിവെടുപ്പ് നടത്തും. കൂടാതെ ഇന്ന് ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇന്ന് രാവിലെ തന്നെ ആരംഭിക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ എത്തരത്തിലാണ് ഇവർ കൊലപാതകം നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വ്യക്തത വരികയുള്ളൂ. ഇവർ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നാണ് ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോലീസ് വ്യക്തമാക്കിയത്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. ഈ ബിജുവിന്റെ മുഖത്തും തലയിലും പരിക്കേറ്റ പാടുകൾ ഉണ്ടായിരുന്നു. ഈ മർദ്ദനത്തെ തുടർന്ന് ബിജു രക്തം ഛർദ്ദിച്ചു എന്നെല്ലാം തന്നെ പ്രതികൾ ഇന്നലെ മൊഴി നൽകിയിരുന്നു. അതുപോലെ തന്നെ ഈ കൊലയ്ക്ക് ആദ്യം പ്രതികൾ നൽകിയ മൊഴി അനുസരിച്ച് സാമ്പത്തികപരമായ കാര്യങ്ങൾ മാത്രമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് പ്രതികൾ മൊഴി നൽകിയത്. ഇന്ന് തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ മറ്റ് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, മറ്റു പ്രതികളെല്ലാം ഈ കൂടെ ഉണ്ടോ എന്നുള്ളതെല്ലാം തന്നെ ഇന്നുള്ള ചോദ്യം ചെയ്യലിൽ വ്യക്തമാകും. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാകുള്ളൂ. ശ്രീജ. ശരി, വിവരങ്ങൾ നൽകിയത് സാഗറാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ചടയമംഗലത്ത് യുവാവിനെ കുത്തിക്കൊന്നു. ചടയമംഗലം കലയം സ്വദേശി സുധീഷാണ് മരിച്ചത്. ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനുമായുള്ള വാക്തർക്കത്തിനിടെയാണ് കുത്തേറ്റത്. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, ഇപ്പോൾ കൊലപാതകത്തിനും ആക്രമണത്തിനും ഒന്നും വലിയ കാരണമൊന്നും വേണ്ട എന്ന് തോന്നുന്ന ഒരു കാലമാണ്. എന്താണ് ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എത്തിയത്? എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. സുധീഷും സുഹൃത്തുക്കളുമായിട്ട് ഈ ബാറിൽ മദ്യപിക്കാനായി എത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്ന് ഈ സെക്യൂരിറ്റി ജീവനക്കാരുമായി ഉണ്ടായ ചില തർക്കമാണ് ഇത്തരത്തിലുള്ള വലിയൊരു തട്ടിക്കുത്തിലേക്കും ഈ ഒരു കൊലപാതകത്തിലേക്കും നയിച്ചത്. ഈ അക്രമത്തിൽ, അതായത് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ മാരകായുധം ഉപയോഗിച്ച് ഈ സുധീഷിനെ കുത്തുകയായിരുന്നു. മാരകമായി വലിയ രീതിയിൽ മുറിവേറ്റ സുധീഷിനെ ഉടൻ തന്നെ ഈ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സുധീഷിന്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ്. അങ്ങനെ സുധീഷ് മൃതശരീരം ഇപ്പോൾ കടക്കൽ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തുകയും ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ CITU കൺവീനർ കൂടിയാണ് ഈ സുധീഷ്. അതുകൊണ്ട് ഈ CPM പ്രദേശത്ത് ഇപ്പോൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തൊരു സാഹചര്യമാണ് ഉള്ളത്. ചടയമംഗലത്ത് ബാറിൽ സെക്യൂരിറ്റി ജീവനക്കാരനുമായുള്ള വാക് തർക്കത്തിനിടെ കുത്തേറ്റാണ് യുവാവ് മരിച്ചത്. വിശദാംശങ്ങളാണ് വിനീഷ് നൽകിയത്. എറണാകുളം കുറുപ്പംപടി പീഡനത്തിൽ പ്രതി ധനേഷിനായുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് നാളെ സമർപ്പിച്ചേക്കും. പ്രതി ധനേഷും കുട്ടികളുടെ അമ്മയും നിലവിൽ റിമാൻഡിലാണ്. പീഡന വിവരം കുട്ടികളുടെ അമ്മ അറിഞ്ഞിരുന്നു എന്ന വെളിപ്പെടുത്തലിനെ തുടർന്നാണ് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡാനി പോൾ വിവരങ്ങളുമായി.
ഡാനി, നമ്മുടെയൊക്കെ മനസാക്ഷിയെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു ഇത്. ഇപ്പോൾ ഇയാളുടെ ഈ ഒരു സ്വഭാവം വെച്ച്, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഈ കസ്റ്റഡി അപേക്ഷ നാളെയാണ് സമർപ്പിക്കുന്നത്. ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്? അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇയാൾ ഇതിന് മുൻപ് സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നത് അറിയേണ്ടതുണ്ട്. അതിലൊരു തീർച്ച വരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മറ്റൊന്നും തന്നെ ഇയാൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പോലീസിന് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പോലീസ് ചോദ്യം ചെയ്ത സമയത്തൊന്നും കാര്യമായ രീതിയിലുള്ള വെളിപ്പെടുത്തലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിനുശേഷം ഇയാളെ സംബന്ധിച്ചായ കാര്യങ്ങൾ കുറേ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ കുറേ കൂടി കാര്യങ്ങൾ ഇയാളിൽ നിന്ന് അറിയേണ്ടതുമുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ കുട്ടികളുടെ അമ്മ കൂടി അറസ്റ്റായിട്ടുണ്ട്. അവരും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അവർക്ക് ഈ പീഡന വിവരം അറിയാമായിരുന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങൾ കുട്ടികളും അതോടൊപ്പം തന്നെ അവരുടെ ടീച്ചറും മൊഴി നൽകിയിട്ടുണ്ട്. അത് പീഡന വിവരം മറച്ചുവെച്ചതിന് പോക്സോ നിയമപ്രകാരമാണ് അവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് കേസുകളും മറ്റ് വകുപ്പുകൾ കൂടി അവർക്കെതിരെ ചുമത്തിയിട്ടുമുണ്ട്. നിലവിൽ രണ്ടു പേർക്കും ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ നൽകാനാണ് സാധ്യത. നാളെ അത് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് പൊതുവിലും പ്രതീക്ഷിക്കുന്നത്. ഇവരിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ ഈ കാര്യങ്ങൾ നിർബന്ധിക്കുക അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്രമാത്രം അമ്മയ്ക്ക് അതിൽ പങ്കുണ്ട് എന്നത് സംബന്ധിയായ കാര്യങ്ങൾ കുറെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഒപ്പം ഇയാളുടെ ഒരു പശ്ചാത്തലം, അതിൽ നേരത്തെയും സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു സാധ്യത ഇയാൾക്കുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ സുഹൃത്തുക്കളുടെ സഹപാഠികളുടെ ഫോട്ടോ കാണുകയും പിന്നീട് അവരെ ഇവിടെ എത്തിക്കണമെന്നെല്ലാം തന്നെ ആവശ്യപ്പെടുന്ന അത്തരമൊരു മനോഭാവത്തിന് അടിപ്പെട്ട ഒരാളാണിത്. അങ്ങനെ ഒരു സ്വഭാവ വൈകൃതം കാണിക്കുന്ന ഒരാൾ സ്വാഭാവികമായും തന്നെയും നേരത്തെയും കുറ്റകൃത്യങ്ങളിൽ സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാനുള്ളൊരു സജീവ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വസ്തുതകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ. ശരി ഡാനി, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത ഈ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് യുവാവിനെ കാർ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസാണ്. ഇതിൽ ഈ പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഈ ഒരാളാണല്ലോ പിടിയിലായത്, കാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, മറ്റ് 3 പേരുടെ അവരെ സംബന്ധിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? നിലവിൽ അവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഇയാളുടെ സുഹൃത്തുക്കൾ, പിടിയിലായ അഭിജിത്തിൻ്റെ സുഹൃത്തുക്കളാണ് മറ്റ് 3 പേരുമുള്ളത്. ഇവർ ഈ ഫുഡ് ഡെലിവറി അടക്കമുള്ള ജോലികൾ ചെയ്യുന്നവരാണ്. കൊച്ചിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി താമസിക്കുന്നവരാണ്. വിവിധ സംസ്ഥാനത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഈ കൊച്ചി കേന്ദ്രീകരിക്കുന്ന പലരും തന്നെയുണ്ട്. അതിൽപ്പെട്ടവരാണ് ഇവർ ഈ മദ്യം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ബഹളമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും ചില കേസുകളിൽ പെട്ടിട്ടുണ്ട് എന്നതാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. ഇവരെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ അഭിജിത്തിൽ നിന്നടക്കം ലഭിച്ചിട്ടുണ്ട്. കാറ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കാറ് ഇവരുടെ കൂട്ടത്തിൽ ഒരാളായ അമർനാഥ് എന്ന പേരിലുള്ള അയാളുടെ മാതാവിൻ്റെ പേരിലാണ് ഈ കാർ രജിസ്ട്രേഷൻ ഉള്ളതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കാർ കഴിഞ്ഞ ദിവസം ഇടപ്പള്ളി ഭാഗത്ത് വെച്ചാണ് പോലീസ് കണ്ടെടുത്തത്. നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എറണാകുളം നോർത്ത് പോലീസാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ ഞെട്ടിക്കുന്ന ഈ സംഭവം ഉണ്ടാകുന്നത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള SRM റോഡ്, അവിടെയാണ് ഇവർ താമസിക്കുന്ന ഇടത്തേക്ക് ഈ അഭിജിത്തിൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം ഇവിടേക്ക് വരികയും ഈ താമസ സ്ഥലത്ത് മദ്യപിച്ചെത്തുന്നതും ബഹളമുണ്ടാക്കുന്നതും എല്ലാം പതിവായതുകൊണ്ട് അങ്ങനെ അത് പാടില്ല എന്ന് നേരത്തെ തന്നെ അവിടെ ഉള്ളവർ, ചുറ്റുപാടുമുള്ളവർ പറഞ്ഞിരുന്നു. ഇത് വീണ്ടും ഇവർ ആവർത്തിച്ചപ്പോഴാണ് ഇത് ചോദ്യം ചെയ്തു. പിന്നീട് അത് വാക്കുതർക്കത്തിലും സംഘർഷത്തിലേക്കും നീങ്ങുകയായിരുന്നു. അങ്ങനെയാണ് യുവാവ് ഇവർക്ക് മുന്നിലേക്ക് പെടുന്നത്. ഈ കാറ് ഇടിപ്പിച്ച് അയാളുടെ നേർക്ക് കൊണ്ടുവന്നു. ഭാഗ്യത്തിന് കാറിൻ്റെ ബോണറ്റിലേക്ക് അയാൾ ചാടിയതുകൊണ്ട് ഇടിച്ച് വീണില്ല. പക്ഷേ ആ കാറ് ഈ യുവാവുമായിട്ട് മുന്നോട്ട് പോവുകയും
പോവുകയായിരുന്നു. ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ബ്രേക്ക് നാട്ടുകാർ ഇടപെട്ട ബഹളമുണ്ടാക്കിയ തടുത്ത് നിൽക്കുമ്പോഴാണ് ബ്രേക്ക് അമർത്തുമ്പോൾ ആ തെറിച്ച് റോഡിലേക്ക് വീഴുന്നത്. അങ്ങനെയാണെങ്കിൽ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയുണ്ടാവുന്നത്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം ഇവരുടെ കടന്നു കളഞ്ഞു. പക്ഷേ അതിൽ ഒരാളെ പിടിച്ചു നിർത്താനായിട്ട് നാട്ടുകാർക്ക് കഴിഞ്ഞിരുന്നു. ഇയാളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. പ്രതികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വൈകാതെ കസ്റ്റഡിയിലേക്കും അറസ്റ്റിലേക്കും നീങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഇനി നമ്മൾ പോകുന്നത് രാഷ്ട്രീയമായ ചില പ്രതികരണങ്ങളിലേക്കാണ്. VM സുധീരൻ അങ്ങനെ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. പക്ഷെ പറയുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയും. അങ്ങനെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ന്യൂസ് 18നോട് പറഞ്ഞു. അപർണ കുറുപ്പുമായി Q18 അഭിമുഖത്തിലാണ് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതിലൊന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച കൊണ്ടാണെന്ന് സൂചനകൾ നൽകുകയാണ് VM സുധീരൻ. ജനകീയരായ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന് വേണ്ടത്. സ്ഥാനാർത്ഥികളെ കാല് വാരാതെ പാർട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ സാമൂഹിക സന്തുലിതാവസ്ഥ ഉറപ്പാക്കണമെന്നും അതിൽ പാളിച്ച ഉണ്ടാകാതെ നോക്കണമെന്നും VM സുധീരൻ ന്യൂസ് 18 Q18 തുറന്നടിച്ചു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വിഷയം മധ്യ തിരുവിതാംകൂർ പോലും നല്ല സ്വാധീനമുണ്ടായിരുന്ന കോൺഗ്രസിന് ആ സ്വാധീനം കുറയുന്ന കാഴ്ചകൾ, ഈ സമുദായങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഡിപ്ലോമസി കോൺഗ്രസ് കൈവിട്ടുപോയി അല്ലെങ്കിൽ കളഞ്ഞു, അതുകൊണ്ടായിരിക്കുമോ? ഒരു കാര്യം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പാളിച്ച വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. പണ്ട് ഈ AK ആൻ്റണി, K കരുണാകരൻ അവർ രണ്ടുപേരും കോൺഗ്രസിനെ നയിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു വലിയൊരു ഗുണമുണ്ട്. നല്ല ഗ്രൂപ്പ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് മത്സരം ഉണ്ടായിരുന്നെങ്കിലും നല്ലൊരു ഗുണം പോസിറ്റീവ് സൈഡുണ്ടായിരുന്നു. എന്താ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ജനസ്വാധീനമുള്ള ജനസ്വീകാര്യതയുള്ള ആളുകളെയാണ് സ്ഥാനാർത്ഥിയാക്കുക. ഒന്ന് നമ്പർ 1. നമ്പർ 2, സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചാൽ ഒരിക്കലും കാലുവാരലില്ല. സോഷ്യൽ ബാലൻസ് ഈ ആൻ്റണി കരുണാകരൻ ആ കാലത്ത്, ടീമിൻ്റെ കാലത്ത് സോഷ്യൽ ബാലൻസ് കൃത്യമായി പാലിച്ചിരുന്നു. അതൊരു വലിയൊരു പാഠമാണ്, എക്കാലത്തെയും തലമുറകൾക്കൊരു പാഠമാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ കാലത്തെല്ലാം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയവരടക്കം പറഞ്ഞ ചില പോയിന്റ് ഉണ്ട്. അതാണ് ശ്രീ VM സുധീരനെ പോലെയുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇങ്ങോട്ട് പറയുന്നത്. പഴയ കാലത്ത് എന്തുണ്ടായിരുന്നു, ഇപ്പോഴതില്ല എന്ന് പറഞ്ഞിട്ടാണ് പലരും പടിയിറങ്ങിപ്പോയിരിക്കുന്നത്. അതിനകത്ത് സോഷ്യൽ ബാലൻസിങ് ഇല്ല എന്ന് പറയുന്നു, ജനങ്ങൾക്ക് സ്വീകാര്യനായ സ്ഥാനാർത്ഥി അല്ല നിർത്തിയെന്ന് പറയുന്നു, കാലുവാരി തോൽപ്പിച്ചു, ഇതും പറയുകയുണ്ടായി. അപ്പോൾ അത് ഈ 3 വിഷയങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നാണ്. അപർണ, അതല്ല, ഇതൊക്കെ നമ്മുടെ മുന്നിൽ, ഈ തലമുറയുടെ മുന്നിൽ ഒരു പാഠമാണ്. എക്കാലത്തും നമുക്ക് അനുവർത്തിക്കേണ്ട ഉൾക്കൊള്ളേണ്ട ഒരു പാഠമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കൃത്യമായ പാളിച്ചകൾ സംഭവിച്ചത് കൊണ്ടുകൂടിയാണ് ഈ 10 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നത് എന്ന് പാർട്ടി ഒരു സ്വയം വിമർശനം നടത്തുന്നുണ്ടോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും അത്ര കൂടുതലായി പറയുന്നില്ല. ഒരു കാര്യം ശരിയാണ്, നല്ല സ്ഥാനാർത്ഥി നിർണയം, ജനസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം, സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നതിൽ സാമൂഹ്യ സന്തുലിതാവസ്ഥ, അത് കൃത്യമായി മുൻകാലങ്ങളെപ്പോലെ കുറ്റമറ്റ രീതിയിൽ ജനസ്വീകാര്യതയുള്ള സാമൂഹ്യ സന്തുലിതാവസ്ഥ കൃത്യമായി പാലിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ വരിക, ഒറ്റക്കെട്ടായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുക. ഒന്ന്, ജനങ്ങൾ വലിയൊരു ഉത്തരവാദിത്തമാണ് കോൺഗ്രസിൽ കാണുന്നത്. ഇടതു സർക്കാരിന്റെ മദ്യവ്യാപന നയങ്ങളാണ് ഇപ്പോഴത്തെ ലഹരി ഉപഭോഗം വർദ്ധിപ്പിച്ചതെന്ന് VM സുധീരൻ. മദ്യവർജനമെന്ന വാഗ്ദാനം നൽകി സർക്കാർ ജനവഞ്ചന കാണിക്കുകയാണ് ചെയ്തത്. ലഹരി വിരുദ്ധ നടപടികളൊന്നും ആത്മാർത്ഥതയുള്ളതല്ല. മദ്യം വ്യാപിപ്പിക്കുന്ന എക്സൈസിനെ വിമുക്തി ഏൽപ്പിച്ചത് തന്നെ അതിന് ഉദാഹരണമാണെന്നും സുധീരൻ പരിഹസിച്ചു. ജനങ്ങളെതിരായപ്പോഴാണ് ഇതുവരെ നടപടിയെടുക്കാതിരുന്നവർ ലഹരി വേട്ടയുമായി ഇപ്പോൾ ഇറങ്ങിയതെന്നും സുധീരൻ ആരോപിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 29 ബാറാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്ര ബാറുണ്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടെ, ഏതാണ്ട് 1000 കടന്നിരിക്കുന്നു. പിന്നെ കൺസ്യൂമർ ഫെഡ്, ബിവറേജസ് കോർപ്പറേഷൻ, മറ്റുള്ള പഞ്ചനക്ഷത്ര ക്ലബ്ബുകൾ, കള്ള് ഷാപ്പുകൾ, ഇതൊക്കെ വേറെ. ചുരുക്കി പറഞ്ഞാൽ കേരളത്തെ വ്യാപകമായൊരു മദ്യവ്യാപനം. അപ്പോൾ ഈ മദ്യവ്യാപനം മാത്രമല്ല, മയക്കുമരുന്നിൻ്റെ ഉപയോഗം. ഇവർ പറഞ്ഞിരുന്നൊരു വാദഗതി ഉണ്ടായിരുന്നു, മദ്യം നൽകിയില്ലെങ്കിൽ മയക്കുമരുന്ന് വ്യാപിക്കും.
ഇപ്പോൾ മദ്യം വ്യാപിച്ചു, മയക്കുമരുന്നും വ്യാപിച്ചു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ആത്മാർത്ഥതയുള്ള നടപടികളുമായി ഒരു സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോയാൽ ഈ മയക്കുമരുന്ന് ലോബിയെ അടിച്ചമർത്താൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഈ 30 രൂപയുടെ വാറ്റ് ഉപയോഗിക്കാൻ കഴിയാതിരുന്ന ഒരാൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ മയക്കുമരുന്നിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു കാലഘട്ടത്തിൽ ഇതെങ്ങനെ വ്യാപിച്ചു? ഇത് വ്യാപിക്കും, വേറൊന്നുമല്ല. ഇതങ്ങ് നല്ല ലോബിയുണ്ട്. മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ലോബിയാണ്. അവരുടേതായിട്ടുള്ള അത് ഇൻ്റർനാഷണൽ ലോബിയുടെ ഒരു വലിയൊരു സ്ട്രാറ്റജിയാണ് ഈ സംഭവം. അപ്പോൾ അവരുടെ ശ്രമങ്ങളുണ്ടാവും. പിന്നെ കേരളത്തിലൊരു ഒന്നും ഞാൻ ജോലി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് വിമുക്തി എന്ന് പറയുന്നത് കൊണ്ടു നടക്കുന്നത്. മദ്യം വ്യാപിപ്പിക്കുന്നവർ വിമുക്തി കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? ചുരുങ്ങിയത് ആരോഗ്യ വകുപ്പിനെങ്കിലും ഏൽപ്പിക്കണ്ടേ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനെ ഏൽപ്പിക്കണ്ടേ? ഇത് എക്സൈസുകാർ തന്നെ മദ്യം വ്യാപിപ്പിക്കുന്നവരും അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നവർ അവർ തന്നെ വിമുക്തിയുമായി മുന്നോട്ട് പോകുക. അപ്പോൾ ഇതൊരു പാഴ്വേലയാണ്. സർക്കാർ ആത്മാർത്ഥതയുള്ളൊരു സർക്കാരാണെങ്കിൽ ഒരു സംശയം വേണ്ട. ഞാൻ ചോദിച്ചു, ഇപ്പോൾ മയക്കുമരുന്നിനെതിരെ നടപടി വരുന്നുണ്ടല്ലോ, ഈ നടപടി എന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടാ? അപ്പോൾ ഇപ്പോൾ ശക്തമായി ജനാഭിപ്രായം ഉയർന്നു വന്നു. സർക്കാർ പ്രതിക്കൂട്ടിലായതുകൊണ്ട് മുഖം രക്ഷിക്കാൻ വേണ്ടിയ നടപടിയാണ്. കാരണം ഈ സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഒരു ടോപ്പ് പ്രയോറിറ്റി അല്ല. ലഹരി അവരുടെ ഒരു ടോപ്പ് പ്രയോറിറ്റി അല്ല. ഇപ്പോൾ ടോപ്പ് പ്രയോറിറ്റി ആകുന്നതിൻ്റെ കാരണം ശക്തമായ ജനാഭിപ്രായം വന്നിരിക്കുന്നു. കാരണം നിങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങളാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അത് ആ സാഹചര്യം വന്നപ്പോഴാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോൾ ലഹരി പിടുത്തം സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ശശി തരൂരിനെ സംബന്ധിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. തരൂരിന് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞെന്നാണ് VM സുധീരൻ പറഞ്ഞത്. മോദി അനുകൂലിക്കുന്നതും കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകളെ അഭിനന്ദിക്കുന്നതും പാർട്ടി വിരുദ്ധ നടപടിയാണെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങൾ തുടർന്നാൽ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമെന്ന് ശശി തരൂരിന് അടക്കം സന്ദേശം നൽകിയിട്ടുമുണ്ട്. ആ സ്പിരിറ്റ് വൈകിയാണെങ്കിലും തരൂർ മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും VM സുധീരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസവും മോദിയുടെ വിദേശ നയം യുക്രൈൻ വിഷയത്തിൽ തരൂര് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇനി ഇതൊരു സ്പേസ് ആക്കി ഉയർത്തേണ്ട കാര്യമില്ല എന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം വിചാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അത് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം കൊണ്ടുകൂടിയാണ്. ഒരു കാര്യമില്ല, ഡൽഹി ചർച്ച നടക്കുമ്പോൾ ശശി തരൂരും കൂടെ ഇരിക്കുന്ന ആ വേദിയിലാണ് വളരെ കൃത്യമായി, അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായി പറഞ്ഞു ആ മീറ്റിങ്ങിൽ. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, മോഡിയെ അനുകൂലിക്കുന്നതും അതുപോലെ കോൺഗ്രസ് വിരുദ്ധ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നതും പാർട്ടി വിരുദ്ധ നടപടിയാണ്. ശരിയായ അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. ആ ഒരു സ്പിരിറ്റ് എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. ശശി തരൂരും കൂടുതലായി അത് ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസവും ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഞാനത് ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ അതാണ്. അദ്ദേഹം ആ സ്പിരിറ്റ്, ഡൽഹി ഹൈക്കമാൻഡ് ചർച്ചയുടെ ആ ഒരു സ്പിരിറ്റ് അദ്ദേഹം പൂർണ്ണമായി ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വരും ദിവസങ്ങളിൽ ഒരു തിരുത്തൽ അദ്ദേഹത്തിൽ ഉണ്ടായേക്കും. ഞാൻ പറഞ്ഞല്ലോ, അത് തീർച്ചയായും ആ ഒരു സ്പിരിറ്റ്, ഡൽഹി ഡിസ്കഷൻ്റെ ഒരു സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റ് അതാണിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ മുഴുവൻ നയിക്കുന്നത്. തീർച്ചയായും എല്ലാവരും തന്നെ ആ തരത്തിലുള്ള പാതയിലേക്ക് ഉറച്ചു നിന്ന് മുന്നോട്ട് പോകും. അതുവഴി ഒറ്റക്കെട്ടായി നിന്ന് കോൺഗ്രസിനെ വിജയത്തിലേക്ക് എത്തിക്കും. ഇനി മറ്റു വാർത്തകളിലേക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ആശുപത്രി വിടും. 1 മാസത്തിലേറെ നീണ്ട ആശുപത്രി വാസത്തിന് ശേഷമാണ് പാപ്പ മടങ്ങുന്നത്. ഇന്ന് തന്നെ വത്തിക്കാനിലേക്ക് മടങ്ങും. 2 മാസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ ഞായറാഴ്ചകളായി അദ്ദേഹം വിശ്വാസികളെ കണ്ടിരുന്നില്ല. ഇന്ന് പക്ഷേ ജമീലെ ആശുപത്രിയിലെ ജനാലയിലൂടെ മാർപ്പാപ്പ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം ഇതാദ്യമായാണ് അദ്ദേഹം വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുന്നത്. നിലവിൽ ഓക്സിജൻ തെറപ്പി തുടരുന്നുണ്ടെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും പാപ്പയ്ക്കില്ല. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഫെബ്രുവരി 14 മുതൽ റോമിലെ ജമീലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മാർപ്പാപ്പ.
നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട്. വ്യാപകമായൊരു വേനൽ മഴ തന്നെ ഇന്ന് പ്രതീക്ഷിക്കാം. വയനാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയം പരമാവധി 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നും തീർത്തും ആവശ്യമായ സാഹചര്യങ്ങൾ ഒഴികെ ജനങ്ങൾ പുറത്തു പോകുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഈ മുന്നറിയിപ്പുകൾ ഉള്ളത് വയനാട്, മലപ്പുറം ജില്ലകളിലാണ്. ഇന്നലെയും മലയോര മേഖലയിലൊക്കെ, കോഴിക്കോടിൻ്റെ മലയോര മേഖലയിലൊക്കെ ശക്തമായ കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. ആ കാറ്റിൽ കാര്യമായ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മലപ്പുറം, വയനാട് ജില്ലയിലുള്ളവർ ശ്രദ്ധിക്കണം. നല്ല കാറ്റുണ്ടാവാൻ സാധ്യതയുണ്ട്. അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം മലയോര മേഖലയിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങിയാൽ മതി എന്ന മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വെക്കുകയാണ്. ഇത് കുട്ടി ക്രിക്കറ്റ് കാലം. IPL 18ാം സീസൺ അങ്ങനെ തുടക്കമായിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 8 വിക്കറ്റിന്റെ മിന്നും ജയം. 22 പന്തുകൾ ബാക്കി നിൽക്കെയാണ് RCB കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തകർത്തത്. വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറി നേട്ടം കൂടിയായപ്പോൾ ബാംഗ്ലൂർ ആരാധകർ ഫുൾ ഹാപ്പി. ആവേശകരമായ 18ാം സീസണിലെ ആദ്യ മത്സരം അവസാനിക്കുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വിജയമാണ്. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെടുകയും ചെയ്തു. എല്ലാ കാണികളും അക്ഷരാർത്ഥത്തിൽ വിഷമിച്ചുകൊണ്ടാണ് ആ മത്സരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത്. കൊൽക്കത്തയുടെ ഒരു ഘട്ടത്തിൽ 3 ഓവറിൽ 9 റൺസ് മാത്രമായിരുന്നു അവർ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. ക്വിന്റൻ ഡിക്കോക്കിനെ വേഗത്തിൽ നഷ്ടമായി. പിന്നാലെ അജിങ്ക്യ റഹാനെയും സുനിൽ നറൈനും ചേർന്ന് നടത്തിയ കൂട്ടുകെട്ടിൽ ഒരുപാട് പ്രതീക്ഷിച്ചു കൊൽക്കത്ത ആരാധകർ. എന്നാൽ ആ കൂട്ടുകെട്ട് പൊളിഞ്ഞതോടെ കൊൽക്കത്ത ബാറ്റർമാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്കായിരുന്നു. 10 ഓവറിൽ നിന്ന് 100 റൺസ് എടുത്ത കൊൽക്കത്തയ്ക്ക് പിന്നാലെ വെറും 74 റൺസ് മാത്രം നേടാൻ സാധിച്ചു. 174 എന്ന സ്കോർ കാർഡിലേക്ക് കൊൽക്കത്തയ്ക്ക് ഒതുങ്ങേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ടായി. പിന്നാലെ ബാംഗ്ലൂർ അടിച്ചു തകർക്കുകയായിരുന്നു. ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും കൂടി ചേർന്ന് നടത്തിയ തുടക്കത്തിൽ ബാംഗ്ലൂരിന് ഈസിയായി വിജയിക്കാൻ സാധിക്കുകയും ചെയ്തു. പിന്നാലെ പത്തിദാറൊക്കെ വന്ന് അത് കുറച്ചുകൂടെ മികച്ചതായി ബാംഗ്ലൂരിന് ജയത്തിലേക്ക് എത്തിച്ചെങ്കിൽ പോലും അവസാനം ലീവ് ലിവിങ്സ്റ്റന്റെ വിന്നിംഗ് ഷോട്ടിലൂടെ തന്നെ ബാംഗ്ലൂർ ജയിക്കുകയും ചെയ്തു. ആദ്യ മത്സരത്തിൽ അങ്ങനെ കൊൽക്കത്തയുടെ മണ്ണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിജയിക്കുമ്പോൾ 18ാം സീസൺ ആ 18ാം നമ്പർ ജേഴ്സിക്കാരന് വേണ്ടിയിട്ടെങ്കിലും ബാംഗ്ലൂർ ആരാധകർ വിജയിക്കണം എന്നാണ് കരുതുന്നത്. കാരണം വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറിയോടുകൂടി തന്നെ ബാംഗ്ലൂർ ആരാധകർ വലിയ ആശ്വാസത്തിലാണ്. ഈ സീസണും കോഹ്ലി ബാംഗ്ലൂരിനെ വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് ബാംഗ്ലൂർ ആരാധകർ. ഇനി ഇന്നത്തെ കളി അറിയണ്ടേ? ആരൊക്കെയാണ് ഇന്ന് ഇറങ്ങുന്നത്? IPL-ൽ ഇന്നൊരു ഗ്ലാമർ പോരാട്ടമാണ് നടക്കുന്നത്. സ്വന്തം തട്ടകത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെയാണ് നേരിടുന്നത്. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. നായകസ്ഥാനത്തില്ലെങ്കിലും ചെന്നൈയുടെ സ്വന്തം ധോണി വീണ്ടും കളത്തിലിറങ്ങുന്നതിന് സാക്ഷ്യം വഹിക്കാൻ ആരാധക പ്രവാഹം ഇന്ന് ചെന്നൈയിൽ ഉണ്ടാകും എന്നുറപ്പാണ്. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, തലയിറങ്ങുമ്പോൾ, ധോണി ഇറങ്ങുമ്പോൾ അവിടെ ആരാധക പ്രവാഹം സംശയിക്കേണ്ട. പക്ഷേ ഇന്നത്തെ ഒരു പോരാട്ടം, ചെന്നൈയുടെ മണ്ണിൽ ഇങ്ങനെ ഒരു ഗ്ലാമർ പോരാട്ടം നടക്കുമ്പോൾ എന്താണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്? IPL തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്വന്തം തട്ടകത്തിൽ ഇന്ത്യൻ ഏകദിന ടെസ്റ്റ് ടീമുകളുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും അടക്കം അണിനിരക്കുന്ന മുംബൈ ഇന്ത്യൻസുമായാണ് ഇന്ന് ആതിഥേയർ കൊമ്പുകോർക്കുന്നത്. നായകസ്ഥാനത്തില്ലെങ്കിലും ചെന്നൈയുടെ സ്വന്തം തല തന്നെയായ ധോണി വീണ്ടും കളത്തിലിറങ്ങുന്നതിന് സാക്ഷ്യം വഹിക്കാൻ തമിഴകത്തിന് അകത്തും പുറത്തുനിന്നുമായി ആരാധക പ്രവാഹമുണ്ടാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ വിൽപ്പന ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ CSK മുംബൈ മത്സരത്തിന്റെ ടിക്കറ്റുകൾ മുഴുവനായും വിറ്റഴിഞ്ഞിരുന്നു. ഋതുരാജ് ഗെയ്ക്വാദ് തുടർച്ചയായി 2ാം സീസണിലും CSK നായകസ്ഥാനത്തുണ്ട്. 5 തവണ വീതം IPL കിരീടം നേടി ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന CSKയും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരം കളത്തിൽ തീ പാറിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. കഴിഞ്ഞ സീസണിൽ 5ാം സ്ഥാനത്തായ CSKയ്ക്ക് പ്ലേ ഓഫിലെത്താൻ സാധിച്ചിരുന്നില്ല. 4 വിജയങ്ങൾ മാത്രം സ്വന്തമാക്കിയ മുംബൈ ആകട്ടെ 8 പോയിന്റുകളോടെ അവസാന സ്ഥാനത്തുമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ തിരിച്ചടികളിൽ നിന്ന് പഠിച്ച പാഠങ്ങളുമായിരിക്കും ഇരു ടീമുകളും ഇക്കുറി കളത്തിലിറങ്ങുക. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് അടുത്തിടെ വിരമിച്ച അശ്വിൻ CSKയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ടീമിന്റെ ബൗളിംഗ് നിരയും ഓൾറൗണ്ട് മികവിനെയും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, സ്പിന്നർമാർക്ക് വേണ്ടിയാണ് ഈ സീസണിൽ ചെന്നൈ കൂടുതൽ തുക മുടക്കിയത്. 10 കോടി രൂപയ്ക്ക് അഫ്ഗാനിസ്ഥാന്റെ സ്പിന്നർ നൂർ മുഹമ്മദിനെ കൂടാരത്തിലെത്തിച്ചു. അശ്വിനും തിരിച്ചെത്തിയിട്ടുണ്ട്. വിശ്വസ്തനായ രവീന്ദ്ര ജഡേജയും കൂടി ചേരുമ്പോൾ ചെന്നൈയുടെ നില ഭദ്രമാണ്. ശ്രേയസ് ഗോപാലും ഓൾറൗണ്ടർ ദീപക് ഹൂഡയുമാണ് മറ്റ് സ്പിന്നർമാർ. മഹേന്ദ്ര സിംഗ് ധോണി തന്നെയാണ് ഈ സീസണിലും ചെന്നൈയുടെ ശ്രദ്ധാകേന്ദ്രം.
കഴിഞ്ഞ സീസണിൽ 220 മുകളിലായിരുന്നു ധോണിയുടെ പ്രഹരശേഷി. 73 പന്തിലാണ് അദ്ദേഹം നേരിട്ടത്. അതിൽ 161 റണ്ണാണ് ഈ 43-കാരൻ അടിച്ചെടുത്തത്. 13 സിക്സറും 14 ഫോറും ആ ഇന്നിംഗ്സുകളിലുണ്ടായിരുന്നു. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദാണ് മറ്റൊരു ശ്രദ്ധേയ താരം. ഓൾറൗണ്ടർമാരായ സാം കറനും വിജയ് ശങ്കറും ടീമിലുണ്ട്. പരിക്ക് കാരണം കഴിഞ്ഞ സീസൺ നഷ്ടമായ ന്യൂസിലൻഡ് ഓപ്പണർ ഡെവൺ കോൺവേയും തിരിച്ചെത്തിയിട്ടുണ്ട്. 3-ാം നമ്പറിൽ രാഹുൽ ത്രിപാഠിയുമുണ്ട്. മദീഷ പതിരാന, ഖലീൽ അഹമ്മദ് എന്നിവർ പേസ് നിരയും നയിക്കും. അതേസമയം മുംബൈ നിരയെ നോക്കുമ്പോൾ രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻ സ്ഥാനം ഏൽപ്പിച്ചത് കഴിഞ്ഞ സീസണിലാണ്. ഹർദിക്കിന് ടീമിന്റെയും കാണികളുടെയും പിന്തുണ അന്ന് കിട്ടിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി. ചാമ്പ്യൻസ് ട്രോഫി ജയത്തോടെ ഹർദിക്കിന് പിന്തുണയേറി. രോഹിത് 9 മാസത്തിനുള്ളിൽ ഇന്ത്യക്ക് 2 ICC കിരീടവും സമ്മാനിച്ചിട്ടുണ്ട്. സൂര്യകുമാർ യാദവ് 2020 ടീം ക്യാപ്റ്റനായി. പേസർ ജസ്പ്രീത് ബുംറയുടെ പരിക്ക് മാത്രമാണ് ആശങ്ക. ബുംറ ആദ്യ മത്സരങ്ങൾക്ക് ഉണ്ടാകില്ല. പേസർ ട്രെന്റ് ബോൾട്ടും തിരിച്ചെത്തി. ദക്ഷിണാഫ്രിക്കയുടെ റാൻ റിക്കൽട്ടനായിരിക്കും രോഹിത്തിനൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. കോർവിൻ ബോഷ്, ബെവൺ ജേക്കബ്സ് എന്നിവരാണ് പുതുമുഖ താരങ്ങൾ. രാജ്യാന്തര 2020യിൽ നിന്ന് വിരമിച്ചെങ്കിലും രോഹിത് IPLൽ തിളങ്ങുമെന്നാണ് മുംബൈയുടെ പ്രതീക്ഷ. രാജ്യാന്തര തലത്തിൽ ബാറ്റർ എന്ന നിലയിൽ രോഹിത്തിന് പഴയ പ്രഭാവമില്ല. എങ്കിലും മികച്ച തുടക്കം കുറിക്കാൻ 37-കാരന് കഴിയും. സൂര്യകുമാറിന്റെ സമീപകാലത്തെ മോശം പ്രകടനം മാറുമെന്നും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ബൗളിംഗിൽ ബോൾട്ട്, ദീപക് ചാഹർ സഖ്യം തുടങ്ങും. അതുകൊണ്ട് തന്നെ IPLലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഈ 2 ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ ഇത്തവണ മത്സരം പൊടിപാറും. ഇത്തവണത്തെ മെഗാ താരലേലത്തിൽ പുതുതായി ടീമിലെടുത്ത താരങ്ങളുടെ പ്രകടനവും ഇരുഭാഗത്തിൻ്റെയും വിജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. ക്രിക്കറ്റ് പ്രേമികൾക്ക് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ചെന്നൈയിൽ ആ മത്സരം നടക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ അതല്ലാതെ സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന ചിലർക്കുള്ള ആശംസകളാണ്. പെരുമൺ സ്വദേശികളായ ശ്രീരംഗയുടെയും അജീഷിൻ്റെയും 8ാം വിവാഹ വാർഷികമാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് മക്കളായ വസുവും ധനുവാണ്. കൊല്ലം ആയൂർ സ്വദേശിയായ സുമയ്യയുടെ ജന്മദിനമാണിന്ന്. ഭർത്താവ് അൻഷാദാണ് ആശംസകൾ അറിയിക്കുന്നത്. അപ്പോൾ സുമയ്യയ്ക്കും ഒപ്പം ശ്രീരംഗയ്ക്കും അജീഷിനുമൊക്കെ ന്യൂസ് 18 ടീമിൻ്റെ കൂടി ആശംസകൾ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആ സന്തോഷ ദിനത്തിൽ നമുക്ക് ന്യൂസ് 18 ഈ ആഘോഷം നടത്താം. ഇതുപോലെ നമ്മുടെ സ്ക്രീനിലേക്ക് എത്താം. അതിന് വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഫോൺ നമ്പർ. ഇനി നമ്മൾ തൽക്കാലം രാവിലെയിൽ ഒരു ഇടവേള എടുക്കുകയാണ്. ഇനി കുറ്റകൃത്യങ്ങളുടെ ലോകത്തു നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളുമായി ടോം കുര്യാക്കോസ് ചേരും. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്.